ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ജെനറ്റിക്സ് കൊണ്ട് മാത്രമാണോ വരുന്നത്? ഒരിക്കലുമല്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ HLA-B27 എന്ന് പറഞ്ഞിട്ടൊരു ജീനുണ്ട്. ആംഗ്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജീൻ. അമേരിക്കയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സ്റ്റഡിയിൽ ഈ HLA-B27 എന്ന് പറയുന്ന ആംഗ്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജീൻ പോസിറ്റീവായിട്ടുള്ള ആളുകളിൽ ഏകദേശം ഒരു 8% ആളുകൾക്ക് മാത്രമേ ആക്ച്വലി ആംഗ്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് ഉള്ളൂ. അന്നേരം ഇത് ഒരു വലിയൊരു ഇൻഫർമേഷനാണ്. അതായത് നമുക്ക് ജീൻ ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മൾക്ക് ഒരു അസുഖം വരണമെന്ന് നിർബന്ധമില്ല. മറിച്ച് ആ ജീനിനോടൊപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ഡാമേജുകൾ ആണ് നമ്മൾക്ക് പല ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസും വരാനായിട്ടുള്ള കാരണം. ലൈഫ് സ്റ്റൈലിലുള്ള കാരണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഡയറ്റാകാം, അല്ലെങ്കിൽ നമ്മളുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആകാം, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി ഇല്ലായ്മയാകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഓട്ടോഇമ്മ്യൂണിറ്റി വരാം. അതുകൊണ്ട് ജീൻ മാത്രമാണ് നമ്മളുടെ ഓട്ടോഇമ്മ്യൂണിറ്റിക്ക് കാരണമെന്ന് ഒരിക്കലും നമുക്ക് ബ്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. ജീനിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ജീവിതശൈലിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്.